ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് കാലാവസ്ഥയൊക്കെ വളരെ മോശമെന്ന് വെച്ചാൽ വളരെ മോശങ്ങളൊക്കെയാണ് ഗൈസ്. നല്ല രീതിയിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, ഈ മഴകളൊക്കെ മെനിങ്ങാൻ തുടങ്ങിയാണ്. ഇതുവരെയായിട്ട് മഴ നിൽക്കണേ ഇല്ല ഗൈസ്. നല്ല രീതിക്ക് എന്തായാലും പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നല്ല രീതിക്ക് എന്തായാലും മഴകളൊക്കെ എന്തായാലും പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പം നമുക്ക് എന്തായാലും വീട്ടിൽ വേറെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാനായിട്ടില്ല. നമ്മുടെ ഫ്രാങ്ക്ലിനാണ് ഇവിടെ ബോറടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യാനല്ലേ ഗൈസ്, ഭയങ്കര ബോറടിങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ ട്രിപ്പിന് അങ്ങനെ വല്ലതും പോകാമെന്നൊക്കെ വിചാരിച്ചൊക്കെ നിൽക്കുകയാണ്. പക്ഷെ ഭയങ്കര ബോറടിങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം. നമുക്കെന്തായാലും വീട്ടിൽ പോയിട്ട് എന്തായാലും അകത്തെന്തായാലും കയറിയിട്ട് നമുക്കെന്തായാലും മഴ പൊള്ളാതെ എന്തായാലും നിൽക്കാം കേസ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കെന്തായാലും കുറച്ച് നേരം എന്തായാലും ടി വി കാണാം കേസ്. ഭയങ്കര ബോറടിങ്ങളൊക്കെയാണ് കേസ്. നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം. നമുക്കെന്തായാലും കുറച്ച് നേരം ടി വി കാണാം കേസ്. ഭയങ്കര ബോറടിയാണ്. ഓക്കെ ഓക്കെ, ഇവിടെ ഇപ്പം എന്തായാലും ഞാൻ എന്തായാലും കുറേ നേരം ഇരുന്ന് എന്തായാലും ടി വിങ്ങളൊക്കെ എന്തായാലും കണ്ടു. ഓക്കെ, ടി വിയിലും വലുതായിട്ട് കാര്യമായിട്ടൊന്നും തന്നെ നല്ല നല്ല പ്രോഗ്രാംസ് ഒന്നും തന്നെ എന്തായാലും ഇല്ല കേസ്. ഓക്കെ, അതുകൊണ്ട് അവിടെയും ഭയങ്കര ബോറടിങ്ങളൊക്കെയാണ് കേസ്. ഓക്കെ, ഇവിടെ മൊത്തത്തിൽ ഇപ്പോൾ ആകെ ബോറടിച്ചാൽ നിൽക്കുകയാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്തായാലും വണ്ടിയും കൊണ്ട് വെളിയിലോട്ട് എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോകാം കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഫസ്റ്റ് എന്തായാലും വണ്ടിയുടെ അകത്ത് എന്തായാലും കയറാം കേസ്. ഓക്കെ, വണ്ടി കുറച്ച് ദിവസമൊക്കെ കേസ് എടുത്തിട്ടെന്ന് വെച്ചാൽ ഓക്കെ, നമ്മൾ ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ട് കേസ് നമ്മുടെ വണ്ടികളൊക്കെ എടുത്തിട്ട്. നമ്മുടെ ഈ ഒരു ഡിഫൻഡറുകളൊക്കെ വണ്ടി ഓണാകുമെന്ന് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, വണ്ടി ഓണായിട്ടുണ്ട്. ഓക്കെ, പക്ഷെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, നമ്മുടെ വണ്ടികളൊക്കെ നമുക്ക് എന്തായാലും ബാക്ക് എടുക്കാം. ഓക്കെ, എൻ്റെ വണ്ടിയുടെ അകത്ത് ഭയങ്കര പൊടിയും വലയൊക്കെയാണ്. ഓക്കെ, ഇത്രയും വല എവിടെ നിന്നാണ് വന്നതാണ് എനിക്ക് അറിഞ്ഞൂടാത്ത. ഈ വണ്ടിക്കകത്തൊക്കെ എങ്ങനെയാണ് എന്ത് വല വരണത്? ഓക്കെ, ഈ വണ്ടിയുടെ അകത്തുണ്ട് ഭയങ്കര ചിലന്തിയുടെ വലയും കള്ളൊക്കെയാണ്. ഓക്കെ, നമുക്കപ്പോൾ നേരെ എന്തായാലും ഇതെന്താണ് എൻ്റെ അമ്പോ ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ കയ്യിൽ എന്തൊരു സാധനം ഒന്ന് കടിച്ചേട്ടാ. അയ്യോ, ഇതെന്താണെന്ന് എനിക്കറിയണം. നല്ല രീതിക്ക് വേനിക്കുന്നുണ്ട് എനിക്ക്. എൻ്റെ അമ്പോ ഫ്രാങ്ക്ലിൻ്റെ കൈയുടെ സൈഡിലായിട്ട് എന്തോ ഒരു സാധനം ഒന്ന് കടിച്ചേട്ടെ. എൻ്റെ അമ്പ് ഭയങ്കര വേനിക്കണ്. മിക്കവാറും വല്ല ചിലന്തിയും വല്ല ആയിരിക്കണ്ട. കൈയുടെ ആ സൈഡിലായിട്ട് നല്ല രീതിക്ക് വേനിക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. വണ്ടിക്കകത്ത് കയറി വെക്കും വല്ല ചിലന്തിയും വല്ല ആയിരിക്കും. ഇതിൻ്റെ അകത്ത് ഭയങ്കര വലയാണ്. പക്ഷേ എൻ്റെ ആളി ഈ വണ്ടിയുടെ അകത്ത് ഭയങ്കര വലിയൊരു ചിലന്തി കണക്കിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ആ സാധനമാണ് നമ്മുടെ കയ്യിൽ കടിച്ചത്. പക്ഷെ അതൊരു സാധാരണ ചിലന്തിയല്ല, എന്തോ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലുള്ളൊരു ചിലന്തിയാണ്. ഓക്കെ, അത് മാത്രമല്ല നമുക്കാണെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിനാണെങ്കിൽ നേരെ നടക്കാനോ ഒന്നും തന്നെ വയ്യ. ഇതെന്താണ് എൻ്റെ ആകുമ്പോൾ ഇതിവിടെ ഇപ്പോൾ സ്വിമ്മിംഗ് പൂള് വീണിട്ടുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് എനിക്കൊരു ഐഡിയ തന്നെ ഇല്ല. നമ്മുടെ ഫ്രാങ്ക്ലിനാണെങ്കിൽ നേരെ നടക്കാൻ പറ്റില്ല. ഭയങ്കര രീതിക്ക് ഉറക്കം പറഞ്ഞിട്ട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. കയ്യിലൊരു ചിലന്തി അടിച്ചെന്ന് പറഞ്ഞ് ഉറക്കമൊക്കെ വരും. എനിക്ക് അറിഞ്ഞൂടാ കേസ്. ഓക്കെ, ഫ്രാങ്ക്ലിന് ഇവിടെ നല്ല രീതിക്ക് ഉറക്കവും കൂടെ എന്തായാലും വരുന്നുണ്ട്. ഓക്കെ, എൻ്റെ മുമ്പ് ഇവിടെ കൺട്രോളില്ലാതെ ഫ്രാങ്ക്ലിൻ പോവേണ്ട ഒരു ഐഡിയ ചെയ്യാം. നമുക്ക് എന്തായാലും 10 മിനിറ്റ് കിടക്കാം കേസ്. ഓക്കെ, ഭയങ്കര രീതിക്ക് ഉറക്കം വരെയാണ് ഇവിടെ ഫ്രാങ്ക്ലിൻ. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് നേരം ഒന്ന് കിടക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ എന്തായാലും കുറേ നേരമായിട്ട് എന്തായാലും കേസ് എന്തായാലും ഉറങ്ങിയിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഭയങ്കര ബോറടിങ്ങളൊക്കെയാണ്. ഓക്കെ, ഇപ്പം എൻ്റെ ക്ഷീണങ്ങളൊക്കെ മാറിയിട്ട്. എന്നാലും അത് എന്ത് സാധനമായിരുന്നു എന്തോ കേസ്. ഞാൻ പെട്ടെന്ന് എന്തായാലും കിടന്ന് ഉറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ക്ഷീണമൊക്കെ എന്തായാലും മാറി. പക്ഷേ ഭയങ്കര നല്ല രീതിക്ക് എന്തായാലും എന്തൊക്കെയോ ബോഡിയിലൊക്കെ എന്തൊക്കെയോ സംഭവിക്കണ പോലെ ഇങ്ങനെ നൈസായിട്ട് എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട് കേസ്. ഓക്കെ, ബോഡി കൂടെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ട് പോണ പോലെ എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേസ്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും ഒന്നെന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കാം. ഓക്കെ, പക്ഷെ ഇപ്പം നടക്കണ സമയത്ത് വേറെ പ്രശ്നമൊന്നും തന്നെയല്ലേ. എന്നാലും അത് എന്ത് ചിലന്തിയാണോ എന്തോ, ആ ചിലന്തി കടിച്ചതിന് ശേഷമാണ് എനിക്കിങ്ങനെ പറ്റിയത്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ചാടിയൊക്കെ ചുമ്മാ. ഇതെന്താണ് എൻ്റെ അമ്മോ, ഇതെന്താണ് ഗൈസ്, അതെന്തൊട്ട് സാധനമായിരുന്നു ഗൈസ്. ഞാനാണെങ്കിൽ കണ്ട ചാടുന്ന സമയത്ത് നമ്മുടെ ഒരു സ്പൈഡർമാൻ സിനിമയിലുള്ള സ്പൈഡർമാൻ ഇല്ലേ, സ്പൈഡർമാനെ പോലെയൊക്കെ പോവുകയാണ്. എനിക്ക് സ്പൈഡർമാൻ്റെ സൂപ്പർ പവേഴ്സ് കിട്ടിയാ എനിക്കറിയണം കേസ്. ഞാൻ ഇവിടെ ഇപ്പോൾ സ്പൈഡർമാനെ പോലെ എന്തായാലും പോവുകയാണ്. എനിക്കെന്തായാലും സ്പൈഡർമാനെ പോലെ ചാടാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല എനിക്ക് എന്തായാലും വല ഇടാനും എന്തായാലും പറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് സ്പീഡിൽ എന്തായാലും ഒന്ന് ഓടി എന്തായാലും നമുക്ക് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അപ്പുറം എന്തായാലും എത്താൻ പറ്റുമോ നോക്കാം. എൻ്റെ പോയി വലയൊക്കെ ഇട്ടെന്തായാലും പോവേണ്ടേ. സ്വിമ്മിംഗ് പൂളല്ല, അതും കഴിഞ്ഞ് എന്തായാലും വന്നിട്ടുണ്ട്. എൻ്റെ അമ്മ ഇത് നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു മിക്കവാറും ആ ചിലന്തി കടിച്ചതിൻ്റെ വല്ല എഫക്റ്റ് ആയിരിക്കും. ഓക്കെ, എൻ്റെ അമ്മ അത് എന്ത് ചിലന്തിയാണെന്നാണ് എനിക്ക് അറിഞ്ഞിടാത്തത്. ഓക്കെ, എൻ്റെ മോനെ ഞാൻ ഒറിജിനലായിട്ടൊരു ഏതാണ് സ്പൈഡർമാൻ ആയിട്ടുണ്ട്. എൻ്റെ അമ്മ ഞാൻ വീണ്ടും ഇവിടെ ഇപ്പോൾ തറയിൽ വീണിട്ടുണ്ട്. എൻ്റെ അമ്മ എന്നാലും എനിക്ക് എങ്ങനെയാണ് സ്പൈഡർമാൻ്റെ സൂപ്പർ പവേഴ്സ് കിട്ടിയതാണ് എനിക്ക് അറിഞ്ഞിടാത്തത് കേസ്. ഓക്കെ, എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ.
ഓക്കെ ഗൈസ്, എന്തായാലും അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ചാടുന്ന സംഭവം എന്ന് വെച്ചാൽ. ഓക്കെ, നമുക്ക് ഒരിക്കൽ കൂടെ ചാടിയൊക്കെ എൻ്റെ മോനെ ഗൈസ് നല്ല രസമാണ്. നമ്മൾ ചാടുന്ന സമയത്ത് തന്നെ നമുക്ക് വലയിടാനായിട്ട് എന്തായാലും പറ്റുന്നതാണ്. ആ സ്പൈഡർമാൻ സിനിമയിലുള്ള സ്പൈഡർമാൻ എങ്ങനെയാണ് ചാടുക അതേപോലെയാണ്. അയ്യോ എടാ ചെറുക്ക, നീ എങ്ങനെയാണോ ചാടുക? എൻ്റെ പൊന്നു, നീ എന്ത് ഹൈറ്റിലൂടെ ചെറുക്ക ചാടിയ? അത് എൻ്റെ പൊന്ന് അപ്പൂപ്പ, അത് ഞാൻ ചുമ്മാ ഒരു രസത്തിന് ചാടിയാണ്. എൻ്റെ പൊന്ന് ചെറുക്ക, ഇത്രയും വലിയ ചാട്ടമൊക്കെ എടുത്ത് ചാടി നിൻ്റെ കൈയും കാലം ഓടി. എൻ്റെ കൈയും കാലം ഓടിയിട്ടാണ് തനിക്കെന്തോ ഇപ്പം ശരിയായി. ഞാൻ ഇയാളെ ഇടിക്കാൻ പോണ കേസ്. ഓക്കെ, അതൊക്കെ അത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും ഇയാളെ ഇടിക്കുകയാണെങ്കിൽ ഓക്കെ, ഇയാൾ എന്നെ ഇടിക്കാറാണ് ഇത്രയ്ക്ക് ശരിയാണ്. ഞാൻ ഇപ്പം ഇടിച്ച് കാണിച്ചുതരാം. ഇയാളെ പരത്തി അടിക്കിട്ട് ഓക്കെ അയാളെ ഇടിച്ച് തറയിലിട്ടിട്ടുണ്ട് കേസ്. എൻ്റെ അടിക്ക് എന്തൊക്കെയോ ചെറിയ വ്യത്യാസങ്ങൾ വന്ന പോലെ എനിക്ക് തോന്നണ്. എൻ്റെ അടിക്കുന്ന സ്റ്റൈലൊക്കെ മാറിയാ. ഒരു ഞാൻ ഈ ചേച്ചി ഒന്ന് അടിച്ചോട്ടെ. ഡാ ചെറുക്ക, നീ എന്തിനാണ് എന്നെ അടിക്കണ? ഒന്ന് മിണ്ടായിരിക്കും ചേച്ചി, ഒരു കാര്യം ചെക്ക് ചെയ്യണേണ്. കണ്ട എൻ്റെ അടിയുടെ സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ട്. എൻ്റെ അമ്പോ നോക്കട്ട്, ഈ ചേച്ചി എന്നെ അടിക്കാൻ പറഞ്ഞു. അത്രയ്ക്ക് ഞാൻ കാണിച്ചു തരാം. ഡാ ചെറുക്ക, ചുമ്മാ നീ എന്തിനാണ് കളിക്കണം? എൻ്റെ പൊന്നെ, നീ എന്തിനാ മറ്റേ സ്പൈഡർമാൻ സിനിമയിലുള്ള സ്പൈഡർമാനോ? നിനക്ക് പറന്ന് വലയിടാനുള്ള ശക്തിയൊക്കെ ഉണ്ടല്ലോ. തന്നെ ചേച്ചി, എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, നീ എന്തിനാടാ എന്നെ ഇട്ട് ചുമ്മാ അടിക്കണ? അങ്ങനെ അവിടെ മര്യാദക്കടാ. ഓക്കെ, അപ്പം ഞാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ കേസ് എൻ്റെ അടിയുടെ സ്റ്റൈലാണ്. ഞാൻ സത്യത്തിൽ ഇങ്ങനെ അല്ല കേസ് എന്തായാലും അടിക്കണേന്ന് വെച്ചാലോ. ഞാൻ ചുമ്മാ ഒരിക്കൽ കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കണക്കെ ചെയ്യണം. അങ്ങനെ ഈ ചേച്ചി ഒന്ന് അടിക്കട്ട്. എൻ്റെ അമ്മോ, അതെങ്ങനെ ഗൈസ്? എനിക്ക് സത്യത്തിൽ പറഞ്ഞാൽ എനിക്കെന്ത് സത്യത്തിൽ പറ്റിയെന്ന് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. എനിക്കിപ്പോൾ 2 അടിപൊളി സൂപ്പർ പവേഴ്സ് കിട്ടിയേക്കണം. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ സ്പൈഡർമാനെ പോലെ വലയിടാൻ പറ്റൂ. ഒന്നെന്ന് വെച്ചാൽ ഈ ആൾക്കാരൊക്കെ അടിക്കണ സമയത്ത് ആൾക്കാരൊക്കെ തെറിച്ച് അയ്യത്ത് പോവുകയാണ്. ഓക്കെ, എൻ്റെ അമ്മ, എനിക്ക് നല്ല അടിപൊളി സൂപ്പർ പവേഴ്സ് കിട്ടിയേക്കാണ് ഗൈസ്. ഞാൻ ഒരു സൂപ്പർമാൻ ആയേക്കാണ് ഗൈസ്. സൂപ്പർമാനല്ല, സ്പൈഡർമാനാണ്. എൻ്റെ അമ്മ, എനിക്ക് നല്ല ഈസി ആയിട്ട് എന്തായാലും നടക്കാനൊക്കെ പറ്റുന്നുണ്ട് ഗൈസൊക്കെ. നടക്കണം, നമുക്ക് ഇങ്ങനെ വലയിട്ട് പോയാൽ മതി കേസ്. എൻ്റെ അമ്മ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ അളിയെ, ഞാൻ സത്യം പറഞ്ഞ സ്പൈഡർമാനെക്കാളും അടിപൊളിയായിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, സ്പൈഡർമാനാണെങ്കിൽ വലയിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. പക്ഷെ എനിക്കാണെങ്കിൽ ഇവിടെ ഇപ്പോൾ വല നേരെ ഇടാനായിട്ട് എന്തായാലും പറ്റുന്നില്ല. ചാടിയാണ് വലയിടണം. നമുക്ക് എന്നാലും ഇയാളെ എന്തായാലും ഒന്ന് അടിച്ചു നോക്കാം. നേരത്തെ അടിച്ചപ്പോൾ അയാൾ തെറിച്ചു പോയി. നോക്കി നോക്കാം, ഇതെന്താണ് അടിക്കാൻ പറ്റുക? എൻ്റെ അമ്പോ, അയാൾ തെറിച്ചാൽ അപ്പുറത്തെ വിളയിൽ പോയി കേസ്. ഓക്കെ, എൻ്റെ അമ്പോ, എനിക്ക് നല്ല രീതിക്ക് നല്ല സൂപ്പർ പവേഴ്സ് കിട്ടിയേക്കാണ് കേസ്. ഓക്കെ, ഞാനങ്ങനെ ഫൈനലി ഒരു സൂപ്പർമാനായേക്കാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള കേസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ കണക്കാണ്, ഒരു കിടുക്കാച്ചായിട്ടുള്ള സ്റ്റോറി വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ കണക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കേസ്, ഞാൻ വീണ്ടും ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.